Hello everyone, welcome back to MCQ series season 2 of Literature Academy. ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് 4മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലിറ്ററേച്ചർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽ, ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോസ് എന്നീ ഫീച്ചേഴ്സാണ് ഈ ക്രാഷ് കോഴ്സിൽ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് വരാം. 21st question. Who is the author of the play Tara? Options: Mahesh Dattani, Vijay Tendulkar, Asif Karimboy and Tagore. The right answer is Mahesh Dattani. മഹേഷ് ദത്താനിയുടെ ഒരു പ്ലേ ആണ് താര. Question number 22. How many parts is Amartya Sen's The Argumentative Indian is divided into? ഏഷ്യയിൽ തന്നെ ഇക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് അമർത്യ സെൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പാർട്ടുകളായിട്ടാണ് ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന ഫേമസ് ആയിട്ടുള്ള വർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. Options 6, 5, 4 and 8. The right answer is 4. Question number 23. Who wrote the essay What is Culture? Options: Tagore, Ezekiel, Nehru and Ramanujan. The right answer is Nehru. Jawaharlal Nehruവിൻ്റെ essay ആണ് What is Culture. Question number 24. Who said Nizam Ezekiel was the first Indian poet to express a modern Indian sensibility in modern idiom? ഇവിടെ ഒരു കോട്ടാണ് പലപ്പോഴും നമ്മൾ സെറ്റ് എക്സാമിനും അതുപോലെ നെറ്റ് എക്സാമിലടക്കം കാണാറുണ്ട്. മറ്റുള്ള റൈറ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ള കൊട്ടേഷൻസ് ചോദ്യങ്ങളായി വരാറുണ്ട്. അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഇവിടെ നിസിം എസക്കീൽ എന്ന് പറയുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്, അല്ലെ ജൂയിഷ് പോയറ്റാണ്. ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടുള്ള മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള പോയറ്റാണ് എസക്കീൽ. എസക്കീലിൻ്റെ ഒരുപാട് പോയംസൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതലേ തന്നെ പഠിക്കുന്നതാണ്. സോ എസക്കീൽ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റ് ടു എക്സ്പ്രസ് എ മോഡേൺ ഇന്ത്യൻ സെൻസിബിലിറ്റി ഇൻ മോഡേൺ ഇഡിയം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ ജയന്ത് മഹാപാത്ര, AK രാമാനുജൻ, KN ഡാർവാല ആൻഡ് ദിലീപ് ചിത്ര. ദ റൈറ്റ് ആൻസർ ഈസ് KN ഡാർവാല. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു നമുക്കൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് തന്നെയാണ് KN ഡാർവാല. അപ്പോൾ അദ്ദേഹമാണ് എസക്കീലിനെ പറ്റി ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. Question number 25. Who among the following novelists translated from Bangla into English The Lake of Psalms and The Slave Girl of Agra? Options: Manmohan Ghose, R.C. Dutt, Amitav Ghosh and Bankim Chandra Chatterjee. The right answer is R.C. Dutt. R.C. ദത്തിൻ്റെ രണ്ട് നോവൽസാണ് ദി ലേക്ക് ഓഫ് സാംസ് ആൻഡ് ദ സ്ലേവ് ഗേൾ ഓഫ് ആഗ്ര. അപ്പോൾ അദ്ദേഹം ആദ്യം അത് ബംഗ്ല ലാംഗ്വേജിൽ എഴുതുകയും പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ രചിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലുകളിൽ രണ്ടെണ്ണമാണ് ഇത് രണ്ടും. ക്വസ്റ്റ്യൻ നമ്പർ, അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഇന്ത്യയിൽ രചിക്കപ്പെട്ട നോവലുകളെ പറ്റിയും പറയുമ്പോൾ ആദ്യം ഇന്ത്യയിൽ എഴുതപ്പെട്ട ഇംഗ്ലീഷ് നോവൽ ഏതാണ് എന്നറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഓഥർ നമ്മുടെ ഓപ്ഷൻസ് തന്നെയുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഹീ ഈസ് ദ റൈറ്റർ ഓഫ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ആൻഡ് ദ നോവൽ ഈസ് ടൈറ്റിൽഡ് ആസ് രാജ്മോഹൻസ് വൈഫ്. Moving on, question number 26. Bagha is the central character in Mulk Raj Anand's. Options: The Coolie, The Old Woman and the Cow, Untouchable, The Road. The right answer is The Untouchable. Question number 27. Kamala Markandeya is the pseudonym of. Options: Kamala Taylor, Meena Alexander, Gauri Deshpande, Meena Kandasamy. റൈറ്റ് ആൻസർ ഈസ് കമല ടൈലർ. കമല ടൈലറിൻ്റെ സ്യൂഡോണിമാണ് അല്ലെങ്കിൽ പെൻ നെയിം ആണ്
കമല മാർക്കണ്ഡേയ. ഈ പെൻ നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. ഒരുപാട് പെൻ നെയിംസ് അല്ലേ, നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ ആയാലും അമേരിക്കൻ ലിറ്ററേച്ചർ ആയാലും യൂറോപ്യൻ ലിറ്ററേച്ചർ ആയാലും ഒക്കെ പെൻ നെയിംസിന് ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഉണ്ടാവാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 28. അരുന്ധതി റോയ്സ് ഡെബ്യൂ നോവൽ The God of Small Things appeared in options 1994, 1997, 1998, 1993. The right answer is 1997. 1997 അരുന്ധതി റോയുടെ ഏറ്റവും അറിയപ്പെടുന്ന അവരുടെ ആദ്യത്തെ നോവൽ കൂടിയായിട്ടുള്ള ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ബുക്കർ പ്രൈസ് അടക്കം കിട്ടിയിട്ടുള്ള നോവലാണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് 97. ക്വസ്റ്റ്യൻ നമ്പർ 29. Who among the following dramatists introduced documentary technique in Indian English drama? ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമയിൽ ഡോക്യുമെൻ്ററി ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എഴുത്തുകാരൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: വിജയ് ടെണ്ടുൽക്കർ, ഗിരീഷ് കർണാട്, ആസിഫ് കരീം ബോയ്, മഹേഷ് ദത്താനി. ഈ പറയുന്ന 4 പേരും വളരെ പ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റാണ്. എന്നാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ആസിഫ് കരീം ബോയ്. ക്വസ്റ്റ്യൻ നമ്പർ 30. In which language A.K. Ramanujan used to write apart from English? അപ്പോൾ A.K. രാമാനുജൻ ഒരു ബൈലിംഗ്വൽ പോയറ്റായിരുന്നു. ഇറ്റ്സ് എ വെരി ഫേമസ് പോയറ്റ്. അപ്പോൾ ഇംഗ്ലീഷ് കൂടാതെ ഏത് ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ ബംഗാളി, തമിഴ്, ഹിന്ദി ആൻഡ് കന്നഡ. ദ റൈറ്റ് ആൻസർ ഈസ് കന്നഡ. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുമല്ലോ. MCQ സീരീസ് തുടരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.